നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ തകർപ്പൻ വിജയത്തോടുകൂടി കോപ്പയിൽ ഇതാ തിരികെ വന്നിരിക്കുന്നു. ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് അവർ പരാഗ്വയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു. വിനി ജൂനിയർ ബ്രസീലിയൻ ജേഴ്സിയിൽ മികച്ച പ്രകടനം നടത്തുന്നത് കണ്ട് ആരാധകരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്തിലാണ് ബ്രസീലിയൻ ആരാധകർ എന്ന് തന്നെ പറയണം. വിനിയുടെ ഇരട്ട ഗോളുകൾ കൂടാതെ സാവിയോയും ലൂക്കാസ് പക്വേറ്റയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. പരാഗ്വയുടെ ആശ്വാസ ഗോൾ ഒമർ ആൽഡററ്റയുടെ വകയായിരുന്നു. മത്സരത്തിൽ ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോഡ്രിഗോയും വിനിയും അതുപോലെ സാവിയോയും ഒക്കെയാണ് ഒരുമിച്ച് അണിനിരുന്നത്. ലൂക്കാസ് പക്വേറ്റയാണ് മധ്യനിരയിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ആദ്യ പകുതി അരമണിക്കൂറിലേക്ക് എത്തുമ്പോൾ ബ്രസീലിന് പെനാൽറ്റി ലഭിക്കുന്നു. ലൂക്കാസ് പക്വേറ്റയ്ക്ക് ആദ്യ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. വീണ്ടും നിരാശയാണോ കാത്തിരിക്കുന്നത് എന്ന് ആരാധകർ ശങ്കിച്ച നിമിഷത്തിലാണ് വിനിയുടെ ഗോൾ പിറക്കുന്നത്. മനോഹരമായൊരു നീക്കമായിരുന്നു അത്. ഒരു യഥാർത്ഥ ജോഗോ ബൊനീറ്റോ നീക്കം എന്ന് പറയാം. മനോഹരമായിട്ട് പന്ത് ലൂക്കാസ് പക്വേറ്റ പെനാൽറ്റി ബോക്സിലേക്ക് കൊടുക്കുന്നു. അത് വളരെ കാമായിട്ട് തന്നെ വിനി ഫിനിഷ് ചെയ്യുന്നു. 35-ാമത്തെ മിനിറ്റില് ബ്രസീൽ ലീഡിലേക്ക് കടക്കുന്നു. പിന്നെയാണ് 43-ാമത്തെ മിനിറ്റിൽ സാവിയോയുടെ ഗോൾ പിറക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പരാഗ്വേൻ താരം ക്ലിയർ ചെയ്തത് കൃത്യമാകുന്നില്ല. പന്ത് ലഭിക്കുന്നത് സാവിയോക്ക്. അദ്ദേഹം വലയിലേക്ക് എത്തിക്കുന്നു. വീണ്ടും വിനിയുടെ ഗോള് ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ അതുപോലെ തന്നെ വരുന്നു. അങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ബ്രസീൽ കളിക്കളം വിടുന്നത്. കളി വളരെ സ്പൈസി ആയിരുന്നു. എതിർ ടീം താരങ്ങളുമായിട്ട് ബ്രസീൽ താരങ്ങൾ ഒക്കെ പ്രശ്നമുണ്ടാക്കുന്നു. ആകെ റഫറിക്ക് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ഉണ്ടായിരുന്നു. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേ പരാഗ്വ ഒരു ഗോള് മടക്കി അടിച്ചു. ഒമർ ആൽഡറേറ്റിലൂടെ ഗോൾ മടക്കി അടിച്ചു. ആദ്യ പകുതിയിൽ അത്ര ഒരു മികവിൽ രണ്ടാം പകുതിയിൽ ബ്രസീൽ കളിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും വീണ്ടും അവർ ഗോൾ കണ്ടെത്തി. വീണ്ടും ഒരു പെനാൽറ്റി. വിനിക്ക് വേണമെങ്കിൽ ഹാട്രിക് അടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യം പെനാൽറ്റി മിസ് ചെയ്ത പക്വേറ്റ തന്നെ വീണ്ടും പെനാൽറ്റി എടുക്കുന്നു. ഇത്തവണ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു. 4-1 എന്ന രൂപത്തിലേക്ക് ബ്രസീൽ എത്തി. പിന്നെ അതേ സ്കോർ ലൈനിൽ തന്നെ വിജയിച്ച് കയറുകയും ചെയ്തു. 1-നെതിരെ 4 ഗോളുകളുടെ തകർപ്പൻ ജയത്തോടുകൂടി ഗ്രൂപ്പിൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ ബ്രസീൽ ഇപ്പോ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കൊളംബിയ കളിച്ച 2 കളികളും അവർ വിജയിച്ചു കഴിഞ്ഞു. 6 പോയിന്റ് അവർക്കുണ്ട്. ഇന്നത്തെ മത്സരം അവർ കോസ്റ്റാറിക്കയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത്. അവരുടെ അപരാജിത കുതിപ്പ് 25-ാമത്തെ മത്സരത്തിലേക്ക് നീണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.